മോഹൻദാസ് സർ, ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിന് നേരെ ഭീകരാക്രമണം ഉണ്ടായതിൻ്റെ ഓർമ്മ ദിനമാണ്. ഇത് സംസ്ഥാനത്തെ മാധ്യമങ്ങൾ ഒന്നും, പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങളൊന്നും ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് ഓർക്കുന്നു പോലുമില്ല. ഏതോ ഒരു പത്രത്തിൽ മാത്രം ഒരു ലേഖനം പോലെ എന്തോന്ന് ഞാൻ രാവിലെ കണ്ടു. അതിലും വളരെ ശുഷ്കമായ വിവരങ്ങളൊക്കെ ആയിട്ടെങ്കിലും ആ കാര്യം അവർ സ്മരിച്ചിരിക്കുന്നു. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്നല്ല, ലോകത്ത് തന്നെ വളരെ കുറച്ച് പാർലമെൻറ്റിന് നേരെ ഈ തരം ഭീകരന്മാരുടെ ആക്രമണം ഉണ്ടായുള്ളൂ. അമേരിക്കയിലെ സെപ്റ്റംബർ 11 ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് ഈ ആക്രമണം ഇന്ത്യയിൽ നടന്നത്. അപ്പോൾ അമേരിക്കയിൽ ട്വിൻ ടവറിന് നേരെയും അവിടെ പെൻറ്റഗൺ, ക്യാപിറ്റോൾ ബിൽഡിങ്ങും ഒക്കെ ലക്ഷ്യം വെച്ചിരുന്നു അന്ന് ഭീകരന്മാർ. അപ്പോൾ അന്താരാഷ്ട്ര ഭീകര പ്രസ്ഥാനത്തിൻ്റെ രണ്ടാമത്തെ ടാർഗറ്റായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റ് ഉന്നമിക്കപ്പെട്ടു. അതിൽ ചില മനുഷ്യനാശം ഉണ്ടായി. സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരടക്കം ഏതാനും പേർ മരിച്ചു. 3-4 ഭീകരന്മാരും കൊല്ലപ്പെട്ടു. അതായിരുന്നു സംഭവം. അതിൽപ്പെട്ട ഒരു പ്രതിയെ, ജീവനോടെ പിടിക്കപ്പെട്ട ഒരു പ്രതിയെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് വിധേയമാക്കുന്നതിനെതിരെ മനുഷ്യാവകാശ പ്രശ്നം ഉയർത്തി ഭീകരർക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു ക്യാമ്പയിൻ പോലും ഇവിടുത്തെ ചില പ്രധാനപ്പെട്ട കക്ഷികൾ ഉന്നയിക്കുകയും രംഗത്ത് വരികയും ചെയ്തു. എങ്കിലും അവസാനം അദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കുന്ന തരത്തിലായിരുന്നു അതിൻ്റെ പര്യവസാനം. എങ്കിലും ഇപ്പോഴും ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ആശാസ്യമാണോ, അത് ആവശ്യമുണ്ടോ, അത് വേണോ വേണ്ടായോ എന്ന ചർച്ച ഈ അഫ്സൽ ഗുരുവിൻ്റെ പേരും പറഞ്ഞ് ഇപ്പോഴും ഉന്നയിക്കപ്പെടുന്നുണ്ട്. അഫ്സൽ ഗുരു വലിയ ഹീറോയായി. അതോടെ ഈ JNUവിൽ അതെ അയാളെ സപ്പോർട്ട് ചെയ്താണ് വലിയ വിദ്യാർത്ഥികളും അധ്യാപകരും. അഫ്സൽ ഹം ഷർമിന്ദാ ഹെ, തേരെ കാത്തിൽ ജിന്ദാ ഹെ. നിന്നെ തൂക്കിക്കൊന്നവർ ഇപ്പോഴും ജീവനോടെ നടക്കുന്നതിൽ ഞങ്ങൾക്ക് നാണമുണ്ട് എന്നാണ് മുദ്രാവാക്യം. അങ്ങനെ തൂക്കിക്കൊല്ലാൻ ഉത്തരവിട്ടത് സുപ്രീം കോടതി ജഡ്ജിമാരാണ്. അവരെന്നിട്ട് ജീവനോടെ നടക്കുന്നു, അതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്നാണ് മുദ്രാവാക്യത്തിൻ്റെ അർത്ഥം. അപ്പോൾ ധ്വനിയല്ല, സർപ്പച്ചയ്ക്ക് അതാണ് പറയുന്നത്. ഹം ഷർമിന്ദാ ഹെ, തെരെ കാത്തിൽ ജിന്ദാ ഹെ. അപ്പോൾ അത് ഹിന്ദിയിൽ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ടായി ഈ മുദ്രാവാക്യം, ഓരോ കാര്യത്തിനുമൊക്കെ. അപ്പോൾ അത് JNUവിൽ മുഴങ്ങുകയും, എനിക്ക് തോന്നുന്നു ഒരു ഫെബ്രുവരി 19 മറ്റാണ് ഈ അഫ്സലിനെ തൂക്കിക്കൊല്ലുന്നത്. അപ്പോൾ ഇയാളെ തൂക്കിക്കൊന്നത് ശരിയായില്ലെന്നും അയാൾ ധീരരക്തസാക്ഷിയാണെന്ന് പറഞ്ഞിട്ട് കാശ്മീർ നിയമസഭയിൽ PDP ഒരു പ്രമേയം കൊണ്ടുവന്നിരുന്നു. അന്ന് കാശ്മീരിൽ മന്ത്രിസഭ രൂപീകരിക്കാൻ സാധിക്കുന്നില്ല. നാഷണൽ കോൺഫറൻസ്, PDP, BJP ഈ 3 പേരുമാണ് ജയിച്ചു വന്നിരിക്കുന്നത്. ആരുമായിട്ടും കൂട്ടുകൂടുകയില്ല. അങ്ങനെ കിടക്കുന്ന സമയത്ത് മന്ത്രിസഭ രൂപവൽക്കരിച്ചില്ല, പക്ഷേ നിയമസഭയുണ്ട്. ആ നിയമസഭയിൽ PDP ഈ പ്രമേയം കൊണ്ടുവന്നു. പ്രമേയം കൊണ്ടുവന്നാലും നിയമസഭ വിളിച്ചു കൂട്ടാത്ത സ്ഥിതിക്ക് അത് ചർച്ച ചെയ്യാനോ പാസ്സാക്കാനോ ഒന്നും സാധ്യമല്ല. അപ്പോഴാണ് PDPയും BJPയും തമ്മിൽ കൂടിയാലെന്താ എന്നൊരാശയം വരുന്നത്. അന്ന് BJP വെച്ചൊരു കണ്ടീഷൻ, നിങ്ങൾ ഈ പ്രമേയം പിൻവലിക്കണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കാം. PDP അതിന് സമ്മതിച്ചു. അങ്ങനെ അവർ പ്രമേയം പിൻവലിച്ചു. ഏതായാലും മൊത്തത്തിൽ PDPക്ക് അത് നഷ്ടക്കച്ചവടമായി. ഇന്ത്യൻ പാർലമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്നൊക്കെ പറയുമെങ്കിലും ആരും അതിനെ അത്ര ശ്രീകോവിലായിട്ടൊന്നും കൂട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതൊരു ചന്തയാണ്. എല്ലാ അസംബ്ലികളും പാർലമെൻറ്റും അടക്കം ചന്തയാണ്. അത് NN പിള്ളയുടെ ഒരു നാടകത്തിലാണ് ഞാൻ ആദ്യമായിട്ടാണ് ഡയലോഗ് കേൾക്കുന്നത്. ഒരു MLA ഒരു കാർന്നുവരെ വന്ന് കാണുന്നു. കാർന്നുവരെ NN പിള്ളയാണ്. ആ നാടകത്തിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. ക്രോസ് ബെൽറ്റ് ആണോ അതോ അല്ല, അതിനൊക്കെ ശേഷമുള്ള ഒരു ആധുനിക നാടകം NN പിള്ളയുടെ.
ആ സ്റ്റേജ് സെറ്റിംഗ് ഒക്കെ ലൈവായിട്ട് തന്നെയാണ് മാറ്റുന്നത്. മേശ കസേരയൊക്കെ മാറ്റി കഴിയുമ്പോൾ വീടായിട്ട് മാറും. മേശയും കസേരയും ഒക്കെ ഇടുമ്പോൾ അത് ഓഫീസായിട്ട് മാറും. ലൈവായിട്ടാണ്, ലൈറ്റൊക്കെ ഇരിക്കുമ്പോഴാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിലെ കാർന്നവരാണ് NN പിള്ള. പുള്ളി താഴെയാണ് ഇരിക്കുന്നത്, മേശ കസേരയൊന്നുമില്ല. സെക്രട്ടേറിയറ്റിലെ ഓഫീസാകുമ്പോൾ മേശയും കസേരയും വരും. NN പിള്ള എണ്ണീറ്റ് അകത്തേക്ക് പോകും, വീരരാഘവൻ വരും. അങ്ങനെ ഒരു ആധുനിക നാടകത്തിൻ്റെ തുടക്കമായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈല് വല്ലാത്ത സ്റ്റൈലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, ചെവിക്ക് നല്ല കേൾവിയില്ല അവർക്ക്. ഇദ്ദേഹത്തെ വന്ന് കണ്ട് സംസാരിച്ചൊരു MLA ഇദ്ദേഹം വല്ലാതെ അപമാനിക്കുന്നു കാർന്നൂർ. അപ്പോൾ NN പിള്ളയുടെ ആ ഡയലോഗ് സാറിന് ഊഹിക്കാൻ പറ്റും, അല്പം ദ്വയാർത്ഥമൊക്കെ വെച്ചിട്ട് ഉള്ള ഡയലോഗൊക്കെ. MLA ആകെ വഷളായിട്ട് എനിക്ക് അസംബ്ലിയിൽ പോകാൻ സമയമായി, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ ഭാര്യ ചോദിക്കുന്നു, അത് ഓമന NN പിള്ളയുടെ സഹോദരി, അവരാണ് ആ റോൾ. അവനെവിടെ പോവുകയാണെന്നാണ് പറഞ്ഞത്. ഇദ്ദേഹം സ്വാഭാവികമായിട്ട് പറഞ്ഞു അവൻ ചന്തയിൽ പോവുക. അപ്പോൾ അന്ന് ഭയങ്കര കൈയടിയായിരുന്നു ആ ഡയലോഗിന്. അപ്പോൾ അങ്ങനെ ഇപ്പം അത് അങ്ങനെ തന്നെയായി മാറിയിരിക്കുകയാണ്. ശ്രീകോവിൽ എന്നുള്ള വാക്കൊന്നും അതിൻ്റെ അടുത്തൂടെ പോലും ഉപയോഗിക്കാൻ പറ്റില്ല. മാർക്കറ്റ് പ്ലേസ് എന്തൊരു ബഹളം, എന്തൊരു ചന്ത കച്ച. ഞാനോ സാറോ ആണെങ്കിൽ പോലും നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണല്ലോ, നമ്മൾ പോലും ഇങ്ങനെ ബഹളം വയ്ക്കില്ല. ഞാൻ കണ്ടമാനം ബഹളം വയ്ക്കുമെന്ന് പറഞ്ഞാൽ സാറ് പിന്നെ മിണ്ടാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ, സാറെങ്കിലും മിണ്ടാതിരിക്കും. ഇതങ്ങനെയില്ല, രണ്ടുപേരും ഒരേപോലെ. അതിൻ്റെ ബഹളമാണ് TV ചർച്ചയിലും കാണുന്നത്. 3-4 പേര് ഒരേപോലെ സംസാരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു അപഹാസ്യമായ ഏർപ്പാടായിട്ടുണ്ട്. ഇപ്പോൾ പുതിയ പാർലമെൻറ്റ് മന്ദിരം വന്നു കഴിഞ്ഞപ്പോൾ ചെങ്കോൽ അത് ഇതൊക്കെ വെച്ചിട്ട് കുറച്ചുകൂടെ ഒരു റോയൽ ലുക്കൊക്കെ ഉണ്ട്. ബട്ട് പെരുമാറ്റം പഴയതിലും കഷ്ടമായിരിക്കുന്നു. എന്നാൽ പോലും ഇന്ത്യൻ പാർലമെൻറ്റിന് നേർക്ക് ഒരു ആക്രമണം നടത്താനുള്ള പ്ലാനിങ്, അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ധൈര്യമുണ്ടല്ലോ, അത് അസാമാന്യമായിരുന്നു. അതിന് ശേഷം നമ്മളുടെ പട്ടാളം ഐബോൾ ടു ഐബോൾ ഏകദേശം 11 ലക്ഷം പട്ടാളക്കാരെയും അതിർത്തിയിലേക്ക് ഡിപ്ലോയ് ചെയ്തു വാജ്പേയി. ഏത് നിമിഷവും യുദ്ധം പാകിസ്ഥാനുമായിട്ട് നടക്കുമെന്നുള്ള അവസ്ഥ. അതങ്ങനെ മാസങ്ങളോളം നിന്നു. പിന്നെയാണ് പതുക്കെ ഇത് പിൻവലിക്കാൻ തുടങ്ങിയത്. അവരും പിൻവലിക്കാൻ തുടങ്ങി, നമ്മളും പിൻവലിക്കാൻ തുടങ്ങി. ഭാഗ്യത്തിന് യുദ്ധമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇപ്പോഴും ഈ അഫ്സൽ ഗുരുവിൻ്റെ ഇത് അയാൾ ഹീറോ ആണ് എന്ന് ചിന്തിക്കുന്ന ധാരാളം പേര് ഭാരതത്തിലുണ്ട്. ഞാനതിൻ്റെ ഒരു സെമിനാറിലും പങ്കെടുത്തിരുന്നു. അപ്പോൾ അവർ അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ച ആ ജഡ്ജ്മെൻറ്റ് ശരിയല്ല എന്നായിരുന്നു അവരുടെ വാദം. ഞാൻ പറഞ്ഞു ശരി, ജഡ്ജ്മെൻറ്റ് ശരിയല്ല എന്ന് നമുക്ക് തീരുമാനിക്കാം, ബട്ട് ആ മുഴുവൻ ജഡ്ജ്മെൻ്റ് എടുക്കണം. അതിനകത്ത് 2 കാര്യമാണ്. ഒന്ന്, ഒരു JNUവിലെ പ്രൊഫസറെ വെറുതെ വിടുന്നു. 2ാം ഭാഗത്ത് അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊല്ലാനും വിധിക്കുന്നു. ഞാൻ പറഞ്ഞു ഇത് തെറ്റാണെങ്കിൽ ആ വെറുതെ വിട്ടതും തെറ്റാണ്. അഫ്സൽ ഗുരുവിനെ വെറുതെ വിടണമെങ്കിൽ പ്രൊഫസറെ ശിക്ഷിക്കണം. ഒരു വിധി നമ്മൾ റിവേഴ്സ് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് റിവേഴ്സ് ചെയ്യണമല്ലോ. അതിൻ്റെ പകുതി ശരിയും ബാക്കി പകുതി തെറ്റും എന്നുള്ളത് നിങ്ങളുടെ വാദം ശരിയാണ്. അപ്പോൾ അവിടെ നിന്ന് ആ ഡിസ്കഷൻ കൊളാപ്സ് ആയി. കാരണം ഇവരാരും ഈ ജഡ്ജ്മെൻറ്റ് വായിച്ചിട്ടില്ല. ഈ ജഡ്ജ്മെൻറ്റിലാണ് ഇദ്ദേഹത്തെ കൊല്ലാൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതല്ലാതെ ജഡ്ജ്മെൻറ്റ് ക്ഷമയോടെ മുഴുവൻ വായിക്കേണ്ടത്, അത് വായിച്ചിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സമ്മതിക്കാം, 2nd പാർട്ട് തെറ്റാണെങ്കിൽ 1st പാർട്ടും തെറ്റാണ്. 2nd പാർട്ട് തിരുത്തണം, അഫ്സൽ ഗുരുവിനെ വെറുതെ വിടണം. അപ്പോൾ 1st പാർട്ടിൽ തിരുത്തണം, ആ വെറുതെ വിട്ട ആളിനെ ശിക്ഷിക്കണം. അപ്പോഴല്ലേ ബാലൻസ് ആവുള്ളൂ. അതല്ലേ തിരുത്തുക എന്ന് പറയും. ഇങ്ങനെ ഇതിനെ ചൊല്ലി വൻ തർക്കം. MA ബേബിയൊക്കെ അന്ന് വധശിക്ഷ നിർത്തലാക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് MA ബേബിയോട്, അത് വേറൊരു TV ചർച്ചയിലായിരുന്നു, ഞാൻ ചോദിച്ചു ശരി വധശിക്ഷ നിങ്ങൾ നിർത്തലാക്ക്, എന്നുവെച്ചാൽ ക്രിമിനൽ നിയമം കൺകറൻറ്റ് ലിസ്റ്റിലാണ്, സ്റ്റേറ്റിനും സെൻറ്ററിനും ചെയ്യാം, സ്റ്റേറ്റ് മാതൃക കാണിക്ക് നിങ്ങൾ വധശിക്ഷ നിർത്തലാക്കുക. അപ്പോൾ MA ബേബിയുടെ വാദം എന്താണെന്ന് വെച്ചാൽ ജീവപര്യന്തം തടവ്, ജീവപര്യന്തം നമ്മളിടയ്ക്ക് റെമിഷനാണല്ലോ കൊടുക്കുന്നത്, മരണം വരെ ഒരാളെ തടവിലിടുക, അതിലും വലിയ ശിക്ഷയില്ല, അതുകൊണ്ട് അത് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞു മതി, അത് ചെയ്യുക, നിങ്ങൾ അധികാരത്തിലിരിക്കുന്നു, നിങ്ങൾക്കത് ചെയ്യാം, സ്റ്റേറ്റിന് ചെയ്യാം, സെൻറ്ററിൻ്റെ സഹായം ആവശ്യമില്ല. അപ്പോൾ
ആ MLA പറഞ്ഞു ഇല്ല സ്റ്റേറ്റിന് ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞു അത് അങ്ങ് ഒരു വക്കീലിനോട് ചോദിച്ചാൽ മതി, കൺകറൻറ്റ് ലിസ്റ്റ് എന്താണെന്ന് പറഞ്ഞു തരും. കൺകറൻറ്റ് ലിസ്റ്റിൽ നിങ്ങൾക്കിത് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഇപ്പം ഇവർക്കെല്ലാം ഈ അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊല്ലരുത് എന്നുള്ള പോയിൻ്റ് അല്ലാതെ വധശിക്ഷ നിർത്തലാക്കുക എന്നുള്ള പോയിൻ്റൊന്നും അല്ല അവരുടെ പ്രശ്നം. ആൾ അഫ്സൽ ഗുരുവാണെങ്കിൽ അയാളെ തൂക്കിക്കൊല്ലരുത്. ആൾ ഒറീസയിലെ ദാരാ സിംഗ് ആണെങ്കിൽ 2 തവണ തൂക്കിക്കൊല്ലണം. ഇതാണ് അവരുടെ ലോജിക്ക്. എനിവേ വല്ലാത്തൊരു സിറ്റുവേഷനാണ്. ഇപ്പോഴും പാർലമെൻറ്റിന് ഭീഷണിയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതൊന്നും അവസാനിച്ചിട്ടൊന്നുമില്ല, ആ സ്ഥിതിയും വന്നിട്ടില്ല. പിന്നെ വളരെ ശക്തമായ നിരീക്ഷണവും പ്രതിരോധവും സംഗതിയൊക്കെ ഉണ്ട്. എന്നിട്ട് തന്നെ ഒരുമാതിരി ദീപാവലി പടക്കം പോലെ ഈ പാർലമെൻറ്റിൽ പൊട്ടിച്ചു. നരേന്ദ്രമോദി ഇരിക്കുമ്പോൾ തന്നെ മറ്റേ മഞ്ഞ പുക വരുന്നൊരു സാധനമൊക്കെ ആയിട്ട് 4-5 പേര് കയറി. എന്തൊരു വലിയ സെക്യൂരിറ്റി ലാപ്സാണത്. അങ്ങനെ കയറാമെങ്കിൽ ശരിയായ ബോംബ് കൊണ്ടും അവർക്ക് കയറാമായിരുന്നു. അവരുടെ നന്മ കൊണ്ട് അവർ ചെയ്യാഞ്ഞതാണ്, അല്ലാതെ നമ്മുടെ മിടുക്ക് കൊണ്ടല്ല. അപ്പോൾ ഇറ്റ് ഈസ് സ്റ്റിൽ വൾണറബിൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മോക്ക് ഡ്രില്ലാകാനും സാധ്യതയുണ്ട്. മോക്ക് ഡ്രില്ലൊന്നും ആയിരുന്നില്ല, അവർ അകത്ത് ഈ പടക്കം പൊട്ടിച്ചു, പുറത്ത് പടക്കം പൊട്ടിച്ചു, പുൽത്തകടിയിൽ റോഡിൽ പടക്കം പൊട്ടിച്ചു. അങ്ങനെ ചെയ്തപ്പോൾ വളരെ ലൂസായിട്ടുള്ള 4-5 ചെറുപ്പക്കാർ കൂടി നടത്തിയ ഓർഗനൈസേഷനാണ്. നമ്മളുടെ സെക്യൂരിറ്റി ഏക ആശ്വാസം നമ്മുടെ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ആർക്കും ഒന്നും സംഭവിച്ചില്ല, പരിക്ക് പോലും ഉണ്ടായില്ല എന്നുള്ളതായിരുന്നു. അതായിരുന്നു നമ്മൾക്ക് ഒരു ആശ്വാസ നിലപാട് ആവർത്തിക്കാനുള്ള ഒരു പോയിന്റ്. അല്ല, ഇതും ഇത്തവണ പാർലമെൻറ്റിലെ ഒരു ശിരോമണി അകാലിദൾ അംഗം അയാളാണ് ഇവനെ വട്ടം പിടിച്ചത്. അവർ വലിയ തടിയാപ്പിള്ളമാരാണല്ലോ പഞ്ചാബിൽ നിന്നുള്ള. അങ്ങേര് ബോൾഡായിട്ട് പുറകിൽ നിന്ന് ഇവനെ വട്ടം അങ്ങോട്ട് പിടിച്ചു. ചത്തുപോയ പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് പിടിച്ചതാണ്. അങ്ങനെ അവരെ കയ്യിൽ കിട്ടിയത്, അല്ലാതെ ആർക്കും അടുക്കാൻ ധൈര്യം ഉണ്ടായില്ല. പിന്നെ മറ്റേ TDPയുടെ ആൾക്കാർ അവരിവരെല്ലാം കൂടിയിട്ട് 2 അടിയൊക്കെ കൊടുത്തിട്ട് പിന്നെ സെക്യൂരിറ്റിയെ ഏൽപ്പിച്ചു. അതാണ് നമ്മളിപ്പോഴും ഒരു ഭീഷണിയുടെ നിഴലിലാണെന്ന് ഞാൻ കരുതുന്നു. അല്ല, ഇന്ത്യയിൽ ഈ ഭീകര സംഘടനകളും പ്രത്യേകിച്ചും ഇസ്ലാമിക് ഭീകര സംഘടനകളുടെ ഭീഷണി എല്ലാ നിലയിലും ഉണ്ട്. പിന്നീടും ഹൈദരാബാദ്, ബാംഗ്ലൂർ ഒക്കെ എത്രയോ സ്ഫോടനങ്ങൾ നടന്നു. ബോംബെ ആക്രമണം ലോകത്തെ പോലും ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത്. അപ്പോൾ അത്തരം സംഭവങ്ങൾ പിന്നീടും ഇന്ത്യയിൽ ആവർത്തിക്കുന്നു. ഇപ്പോഴും അതിൻ്റെ ഭീഷണി ഇടനിഴലിൽ സാർ പറഞ്ഞത് ശരിയാണ്. പക്ഷേ നമുക്ക് ഇതിനെ എങ്ങനെ ശാശ്വതമായി ഇല്ലാതാക്കാം? ഇത്തരം ഭീഷണിയിൽ നിന്ന് ഒരു സമാധാന അന്തരീക്ഷം ഇന്ത്യൻ പൊളിറ്റിക്സിൽ സാധ്യമാണോ? ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥിതിയിൽ സാധ്യമാണോ? അത് വലിയൊരു വിഷയമാണ്. അത് വേറൊരു ചർച്ചയ്ക്കുള്ള വിഷയമാണ്. എനിക്ക് തോന്നുന്നു തൽക്കാലം നമുക്ക് ഇത് ചർച്ച ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.